KSRTC ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂളിൽ ഹെവി മോട്ടോർ വെഹിക്കിളിലെ ബാച്ചിലെ ഏറ്റവും സമ്പൂർണ്ണ വിജയം 100% വിജയം നേടിയ ഒരു ബാച്ചാണ്. ഇതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് 70%-ഓളം കൃഷ്ണകുമാറാണ്. മാത്രമേ നിങ്ങൾക്ക് KSRTC ഉള്ളൂ. കാരണം നമ്മൾ ഏതൊരു വിദ്യയും അഭ്യസിക്കുന്നത് ഗുരുവിന്റെ അടുത്തുനിന്നാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഏതും ഗുരുവിൽ നിന്ന് മാത്രമേ നമ്മൾ ആ വിദ്യ അഭ്യസിക്കാവൂ, അതല്ലെങ്കിൽ അതിന് പൂർണ്ണത ഉണ്ടാകില്ല. ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞിപ്പോ മനസ്സിലായി. ഞാൻ ആദ്യത്തെ മോട്ടിവേഷൻ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞതാണ്, ഗുരുവിന്റെ അടുത്ത് മാത്രമേ വിദ്യ അഭ്യസിക്കാവൂ. നിങ്ങൾക്ക് അതിന്റെ ഗുണം ഉണ്ടായില്ലേ? ഉണ്ടായല്ലോ. അതിന്റെ കാരണം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കളായാലും നിങ്ങളുടെ അനിയന്മാരായാലും നിങ്ങളുടെ സമീപത്തുള്ളവരായാലും നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കരുത്. ഒരു പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരാളുടെ അടുത്ത് മാത്രമേ വണ്ടി പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു വിടാവൂ. അതിന്റെ ഗുണഭോക്താക്കൾ ഇപ്പൊ നിങ്ങൾ ബോധ്യമായല്ലോ. നിങ്ങളത് പുറത്തൊന്ന് തിരക്കണം. ഇതുപോലെ 100% വിജയമില്ല. നിങ്ങൾക്ക് 100% വിജയം ഫ്രീ ആയിട്ട് തന്നതൊന്നുമല്ല. KSRTC ആയതുകൊണ്ട് നിങ്ങൾക്ക് ആരും ഒന്നും ഫ്രീ ആയിട്ട് തരത്തില്ല. അങ്ങനെ ഒരു ധാരണ പുറത്തുള്ളവർക്കുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായില്ലല്ലോ. അതായത് പുറത്ത് പ്രൈവറ്റ് സ്കൂളിൽ എടുക്കുന്നതിനെക്കാട്ടിലും സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവിടെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥര് നിങ്ങളെ ടെസ്റ്റ് എല്ലാം നടത്തിയത്. അതിന്റെ കാരണം ഇതൊരു സർക്കാർ സംവിധാനം ആയതുകൊണ്ടും ആ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടും അതൊരു ആരോപണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സ്ക്രൂട്ടിനി അത്രയും നല്ല ടൈറ്റ് ആയിട്ടാണ്. നിങ്ങളുടെ ഓരോ തെറ്റുകളും ഓരോ കുറ്റങ്ങളും അവർ നോക്കി നിങ്ങൾ എലിജിബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. നിങ്ങൾക്ക് ആർക്കും ഫ്രീ ആയിട്ട് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ പഠിപ്പിച്ച 70% കൃഷ്ണകുമാറിനും ബാക്കി 30% ഈ ബാക്കി ഇൻഫ്രാസ്ട്രക്ചറിലും നിങ്ങൾക്കുള്ളൂ. കാരണം അത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയാണ്. 100% നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മറ്റൊരു എവിടെയും ഇത്രയും ക്ലാസ് കിട്ടാറുണ്ടോ? ഇല്ല. നിങ്ങൾ ആരും നിയന്ത്രിക്കാൻ വരാറില്ല തന്നല്ലോ. നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയത് പഠിച്ച കാര്യങ്ങൾ പുറത്ത് നന്നായി ഉപയോഗിക്കുക. മോശം കാര്യത്തിന് ഉപയോഗിക്കാൻ, നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. എതിരെ വരുന്ന വാഹനങ്ങളും നമ്മളെ പോലുള്ള ആത്മാക്കളും ജീവൻ ഉള്ളതാണെന്ന് മാത്രം ചിന്തിച്ച് വണ്ടി ഓടിച്ചാൽ മതി. നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ലാവരും ആശംസകളും നേരുന്നു. കാരണം ഈ നിങ്ങൾ ഇവിടെ വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഇന്ന അടുത്ത് വാഹനം പഠിച്ചിറങ്ങിയതാണ്, ലൈസൻസ് എടുത്താന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം മതി. അതായത് നമുക്ക് തമ്മിൽ ആർക്കും പിന്നെ ചിലപ്പോൾ കണ്ടുമുട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ പരിചയം പുതുക്കിയെന്ന് വരാൻ തന്നെ സാധ്യതയില്ല. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ പഠിപ്പിച്ചവരെയും ഈ സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ കാണുമ്പോൾ നിങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവർക്കും എല്ലാവരും ആശംസകളും നേരുന്നു. ഡ്രൈവിംഗ് പഠിക്കാൻ വന്നിട്ട് ഇവിടെ കാട്ടാട KSRTC ഡ്രൈവിംഗ് പഠിക്കാൻ വന്നിട്ട് എന്താണ് അനുഭവം ഒന്ന് പറയാമോ? മറ്റുള്ളവർക്കൊന്ന് പങ്കുവയ്ക്കാമോ? KSRTC ഞാൻ ഈ യൂട്യൂബ് നോക്കിയിട്ടാണ് KSRTC ആദ്യം ചൂസ് ചെയ്തത്. അപ്പോൾ ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ KSRTCയിലോട്ട് വന്നത്. പിന്നെ ഒത്തിരി നല്ല ക്ലാസ്സുകൾ കിട്ടി, നന്നായിട്ട് പഠിക്കാൻ പറ്റി. സാറൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഓരോ തെറ്റുകളും എന്തെന്ന് വെച്ചാൽ ഈ കാറ് ഓടിക്കുന്ന ആ ഒരു രീതിയല്ല നമ്മൾ ബസ് ഓടിക്കുന്നത്. അതിൻ്റെ വലിപ്പം കൂടുതലാണ്. അത് ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ നല്ല ശ്രദ്ധിക്കണം.
അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷേ ബസ് ഓടിക്കുന്ന ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ നല്ല ടെൻഷനായിരുന്നു. ഓടിക്കാൻ ഇതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് പഠിക്കാൻ പറ്റി. സാർ നല്ല ഫുൾ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റി. ഓക്കെ, താങ്ക് യു. ഈ KSRTC ഇവിടെ പഠിക്കാൻ വന്ന എങ്ങനെയാണ് മേഡം ഇവിടെ എത്തിപ്പെട്ടത്? പഠിച്ചിട്ട് എങ്ങനെ തോന്നുന്നു? നല്ലതാണോ അല്ലയോ എന്ന് പറയാമോ ഒന്ന്? ഞാൻ എൻ്റെ ബ്രദറിലോ ആണ് KSRTC ഹെവി എടുക്കാൻ വന്നത്. അപ്പം ബ്രദറിലോ ആണ് സജസ്റ്റ് ചെയ്തത് ഇങ്ങനൊരു സംരംഭം ഉണ്ടെന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ എനിക്ക് ഹെവി എടുക്കുമെന്ന് പണ്ടുള്ള ആഗ്രഹമാണ്. അപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു. അപ്പം ആദ്യം അട്ടക്കുളങ്ങരയിലാണ് വിളിച്ചത്. അപ്പോഴാണ് ശ്രീസാറിൻ്റെ നമ്പർ തന്നത്. കാട്ടാക്കട KSRTC വിളിച്ചു, വന്നു, കണ്ടു. അടുത്ത ബാച്ചിൽ തന്നെ കയറാനും പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഹെവി ഓടിക്കുക എന്ന് പറയുന്നത്. നമ്മളൊരു കാർ ഓടിക്കും പോലെയല്ല എക്സ്പീരിയൻസ്. നല്ലൊരു ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ റോഡിലിറക്കി ഓടിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്രയും കൺസ് വേണം. സാറിന് അതിനുള്ള കൺസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. നല്ല ക്ലാസ്സാണ്, എല്ലാം നല്ല ക്ലാസ്സാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സാണ്. സാർ ഭയങ്കര സപ്പോർട്ടീവാണ്. ശ്രീ സാർ ആയിരുന്നാലും കൃഷ്ണകുമാർ സാർ ആയിരുന്നാലും നല്ല സപ്പോർട്ടീവാണ്. നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു മാഡം. ഡ്രൈവിംഗ് പഠിക്കാൻ കാട്ടാട് KSRTC വന്നല്ലോ, അപ്പം പാസ്സായിരിക്കുകയാണല്ലോ. മാഡത്തിന് എന്താണ് KSRTC ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതിന് ശേഷം ലൈസൻസ് കിട്ടി, അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? മറ്റുള്ളവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം മാഡത്തിന് ഒന്ന് പറയാമോ? വലിയ വാഹനം ഓടിക്കാൻ താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നത്. പക്ഷേ ഇവിടുത്തെ ഡ്രൈവിംഗ് സാറ് നല്ല ക്ലാസ്സാണ്. നല്ലതായിട്ട് പഠിപ്പിക്കും. എന്നെക്കൊണ്ട് ഈ വലിയ ബസ് ഓടിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ലായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ സാറിൻ്റെ സപ്പോർട്ട് കൊണ്ട് സാർ നല്ല ക്ലാസ്സായിരുന്നു. നല്ലതായിട്ട് പഠിച്ചു. പുതിയതായിട്ട് വരുന്നവർക്കും നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരവസരം KSRTC ഒരുക്കുന്നുണ്ട്. നല്ല ക്ലാസ്സായി നല്ലൊരു ഡ്രൈവറായി ഇവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ പറ്റും. ആർക്കും സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു മാഡം. എന്താണ് ഒപ്പീനിയൻ? KSRTC പഠിക്കാൻ വന്നതിന് താങ്കളുടെ ഒപ്പീനിയൻ? എങ്ങനെ KSRTC എത്തിച്ചേർന്നത്? വേറെ കുറേ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ KSRTC പുറത്തെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ 9,000 രൂപയായിരുന്നു. അതിൽ നമുക്ക് ഇഷ്ടംപോലെ ക്ലാസ് കിട്ടിയായിരുന്നു. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ക്ലാസ് തന്നായിരുന്നു. പിന്നെ എച്ചിൻ്റെ പ്രാക്ടീസ് ആയാലും നമുക്ക് ഇഷ്ടംപോലെ ക്ലാസ് തന്നായിരുന്നു. പിന്നെ സാറ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിച്ചായിരുന്നു. റോഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? റോഡൊക്കെ ഓടിക്കാൻ നേരത്തും സാർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് നമുക്ക് ഇത്രയും നന്നായിട്ട് പഠിക്കാൻ പറ്റി. പിന്നെ എല്ലാവരും പാസ്സായി. ഓക്കെ, താങ്ക് യു. KSRTC തന്നെ ചൂസ് ചെയ്ത് ഹെവി ലൈസൻസിന് വേണ്ടിയിട്ട് ചെറുപ്പം പോലെ KSRTC ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. കൊച്ചിലോട്ട് KSRTC യാത്ര ചെയ്തു. പിന്നെ അതിനോടുള്ള ഇഷ്ടം കാരണം കൊച്ചിനാളിലോട്ട് വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കാത്തിരുന്നൊടുവിൽ പിന്നെ 21 വയസ്സാകും. പിന്നെ ഹെവിക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് KSRTC വന്നത്. പിന്നെ നല്ല ക്ലാസ്സായിരുന്നു. എല്ലാവരും വണ്ടി ഓടിച്ച് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും KSRTC ഒന്ന് എടുക്കണം. പിന്നെ നമ്മുടെ സാറും ക്ലാസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എല്ലാവർക്കും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും ഇതിലേക്ക് കടന്നു വന്ന് വലിയ വണ്ടി ഓടിച്ച് കൈ തെളിയാൻ ശ്രമിക്കണം. ക്ലാസ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? രാവിലെ എത്ര മണിക്കാണ്? എത്ര മണി വരെയുണ്ട്? നമ്മുടെ ബാച്ചിൽ 25 പേരുണ്ടായിരുന്നു. 23 പേരുണ്ടായിരുന്നു. രാവിലെ 7 മണിക്കാണ് ക്ലാസ്. 7 മണി തൊട്ട് ആളെണ്ണം പോലെയാണ്. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഓടിച്ച് കഴിയും. ഓരോ ദിവസം ഓരോ ഏരിയയിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഹൈവേ അതേപോലെ തന്നെ ബൈ റോഡുകളൊക്കെ തരുമ്പോൾ നമുക്ക് എളുപ്പം കൈ തെളിയാനും ഓരോ റോഡിൻ്റെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.